ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആമസോൺ ബ്യൂട്ടി ഹോളാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 50-80% ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഈ 17th വരെയാണ് ആ സെയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ 1500-ലധികം ടോപ്പ് ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ബയോട്ടിക്കിൻ്റെ ഒരു ഫേസ് പാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇതേപോലെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. നമ്മളെപ്പോഴും ഹോം മെയ്ഡാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ആയുർവേദിക് ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. പപ്പയ, അതേപോലെ തന്നെ പൈനാപ്പിൾ, നാരങ്ങ, അതേപോലുള്ള വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ മെയിനായിട്ട് ചേർത്തിരിക്കുന്നത്. പിന്നെ മുൾട്ടാണി മുട്ടി പോലുള്ള ബേസും ചേർത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഡീപ് പിഗ്മെൻറ്റേഷൻ ആൻഡ് ടാൻ റിമൂവൽ ഫേസ് പാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കാര്യങ്ങൾ ഒറ്റ യൂസിൽ തന്നെ നടക്കും. നമുക്ക് വെയിലേറ്റിട്ടുണ്ടാകുന്ന കരിവാളിപ്പ് മാറാനായിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട വിധം കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നല്ലത് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക. ഇവരുടെ തന്നെ ഫേസ് വാഷ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അടുത്തായിട്ട് പറയാം. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതൊരല്പം എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതായത് നനഞ്ഞ ഫേസിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്ത് മിക്സ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതേപോലെ നല്ല ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് വെച്ചൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഉണങ്ങുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കളയാം. 100% ബോട്ടാണിക്കൽ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്, അല്ലാതെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് എല്ലാ ചർമ്മക്കാർക്കും തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് ഒരു 200 രൂപ റേഞ്ചാണ് ഇതിൻ്റെ വരുന്നത്. ബയോട്ടിക്കിൻ്റെ തന്നെ ഒരു ഫേസ് വാഷാണ്. ഡീപ്പ് ക്ലെൻസിങ് ഫേസ് വാഷാണ്. പപ്പയ, നീം, വൈൽഡ് ടേർമറിക് എന്നിവയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. 200 ml പാക്കാണ്. 122 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് ജസ്റ്റ് വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയതിന് ശേഷം ഒരല്പം ഫേസ് വാഷ് എടുത്തിട്ട് കഴുത്തിലും അതേപോലെ ഫേസിലും ഒക്കെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക. ഈ രീതിയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. അമിതമായിട്ടുള്ള എണ്ണമയമുള്ള ആൾക്കാർക്ക് ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ മുഖക്കുരുവൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് ഫേസ് വാഷ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന സുഷിരങ്ങളൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് എല്ലാത്തരം ചർമ്മക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് വാഷാണ് പപ്പയ ഫേസ് വാഷ്. ഇതിൻ്റെ തന്നെ കുറേ വേറെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പപ്പയയുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ കുറച്ച് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പപ്പയ ഇപ്പോൾ വാങ്ങിയത്. ലാക്ടോ കലാമിൻ്റെ ഫേസ് വൈപ്പേഴ്സാണ്. അലോവേരയും കുക്കുംബറും വൈറ്റമിനിയുമാണ് ഇതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കാനൊക്കെ സഹായിക്കും. മുഖത്തെ പൊടിയും അഴുക്കും അതേപോലെ തന്നെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഈ ടിഷ്യൂസ് സഹായിക്കും. 200 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് നമുക്കൊരു ഹെയർ ഓയിൽ ആയാലോ. ഇത് ബദാമും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിലും അതേപോലെ തന്നെ ബദാം ഓയിലും വൈറ്റമിൻ ഇയും ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് മുടിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതാണ്. ഹെൽത്തി ആയിട്ട് മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബദാം ഓയിൽ മുടി കൊഴിച്ചിലുള്ളവർ, മുടി നല്ല വീക്കായിട്ട് ഉള്ളവർ, മുടി പൊട്ടിപ്പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ ബദാം ഓയിൽ എന്ന് പറയുന്നത്. ബദാമിൻ്റെ കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ബദാമും വെളിച്ചെണ്ണയും കൂടി ചേർന്നിട്ടുള്ള പാരച്യൂട്ടിൻ്റെ ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിനും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിയെ ഡാമേജിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. ബദാമിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മുടിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇത് നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കാം. ഒരു അരമണിക്കൂർ മുമ്പൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. സ്കാൽപ്പിലും അതേപോലെ മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനെ അല്ലാതെ ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ കഴുകിക്കളയുന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. നിവ്യയുടെ മെൻസിനുള്ള ഒരു ഡിയോഡ്രൻ്റ് ആണ്. കൂൾ കിക്ക് എന്ന് പറയുന്ന ഡിയോഡ്രൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത 48 hours ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് നിലനിൽക്കുമെന്നുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, അപ്ലൈ ചെയ്യുക, വേഗം എടുത്ത് ഷർട്ട് ഇടുക, ആ രീതിയിലാണ്. പക്ഷേ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഡിയോഡ്രൻ്റ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് സ്കിൻ ഫ്രണ്ട്ലി ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ ഉള്ള സമയത്ത് ഒഴിവാക്കുക.
ഇത് ഡീബെലിൻ്റെ ഒരു നെയിൽ പോളിഷ് ആണ്. ഇതൊരു മെറ്റാലിക് കളറിലെ ഒരു നെയിൽ പോളിഷ് ആണ്. ഒരു പ്രത്യേക രീതിയിലെ നെയിൽ പോളിഷ് ആണ്. ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയിൽ പോളിഷ് ഇത് നല്ലൊരു സൂപ്പർ നെയിൽ പോളിഷ് ആണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കളറല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് ഇതിൻ്റെ കളർ കിട്ടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നെയിലിന് മഞ്ഞ നിറം കാര്യങ്ങളോ ഒന്നും വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സീവീഡ് എക്സ്ട്രാക്റ്റ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെയിലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ചേർത്തിട്ടുള്ള ഘടകങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷാണ് ഇത്. ഞാൻ ഇതിനു മുമ്പ് ഇവരുടെ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 റേഞ്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകൾ ഏതെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനോ പർച്ചേസ് ചെയ്യാനോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.